ഞാൻ വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു ആളാണ്. ചിലപ്പോൾ പറയുവാണെങ്കിൽ കോട്ടയം സ്ലാങ്ങിൽ ഒരു സ്പീഡ് കൂടുതലാണ്. അതും പ്ലസ് എൻ്റെ ഒരു സ്പീഡോട് ആയപ്പം കുറേ അങ്ങ് സംസാരിച്ച് പോകുന്ന ഒരാളാണ്. സോ ഇവിടെ വോയിസ് തെറാപ്പിക്ക് വന്നിട്ടാണ് എനിക്കത് ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗ്യാരണ്ടി കിട്ടിയത്. നമുക്ക് ടീച്ചേഴ്സിൽ വോയിസ് ഇഷ്യൂ വളരെ പ്രിവലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. സോ പലപ്പോഴും ടീച്ചേഴ്സ് അതൊരു പ്രശ്നമായിട്ട് കാണുമ്പോൾ, വോയിസിലൊരു പ്രശ്നമായിട്ട് കാണുമ്പോഴാണ് അവരത് അഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ അഞ്ജു മാമിൻ്റെ വോയിസ് ഇഷ്യൂ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. ഒരു വോക്കൽ നോഡ്യൂൾ ആയിരുന്നു മാമിന് ഇനീഷ്യലി. ആ ഒരു വോക്കൽ നോഡ്യൂൾ പ്രിലോങ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സർജറിയിൽ പോയി എത്തുന്ന ഒരു സംഭവമാണ്. സോ എങ്ങനെയാണ് മാം അത് ഓവർകം ചെയ്ത് ആൻഡ് വോയിസ് തെറപ്പി എങ്ങനെയാണ് മാമിനെ എഫക്റ്റ് ആയി എന്നുള്ളത് മാമിനോട് നമുക്ക് ചോദിച്ചറിയാം. സോ വോയിസ് തെറപ്പി എന്ന് പറഞ്ഞപ്പോൾ ഇനീഷ്യലി എങ്ങനെയായിരുന്നു മാമിന്റെ ഒരു റിയാക്ഷൻ? ബിക്കോസ് വോയിസ് ഇസ് യുവർ ഐഡന്റിറ്റി, വോയിസ് ഇസ് യുവർ പ്രൊഫഷൻ. അപ്പം ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് കൺസൾട്ട് ചെയ്തപ്പോൾ അവരൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തന്നെയാണ് അത് പറഞ്ഞിരുന്നത്. ബിക്കോസ് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാമായിരുന്നു വോക്കൽ കോഡിനുള്ള നോഡ്യൂള്. സോ അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനായിരുന്നു ആദ്യം. കാരണം എന്ത് ചെയ്താൽ ഇതൊന്ന് കുറയുക, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഓർഗൻ, പെട്ടെന്ന് കാണുന്ന ഒരു ഓർഗൻ അല്ല, അകത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതും എനിക്ക് ഏറ്റവും ആവശ്യമുള്ള വോയിസിൻ്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു കൺസേൺ. സോ അപ്പോൾ തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് വോയിസ് റെസ്റ്റ് ആണ് ഫസ്റ്റ്. അപ്പോൾ വോയിസ് റെസ്റ്റ് എനിക്ക് കിട്ടുന്നതും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നമുക്ക് ജോലി സാക്രിഫൈസ് ചെയ്ത് വോയിസ് റെസ്റ്റ് എടുക്കാനും പറ്റില്ല. പിന്നെ ഇത് മാറിയെങ്കിലേ തിരിച്ച് റീജോയിൻ ചെയ്യാനും പറ്റുള്ളൂ. സോ അത് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വോയിസ് തെറാപ്പി സജസ്റ്റ് ചെയ്തു. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ, വോയിസ് റെസ്റ്റ് ചെയ്തിട്ട് വോയിസ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഈ വോയിസ് തെറാപ്പി എന്തോ ഒരു നമുക്ക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് പോലെ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതെന്താണെന്നുള്ളത്. മറ്റതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫിസിയോതെറാപ്പി എന്താണ് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. സോ ഇത് അറിയില്ല എന്താണെന്നുള്ളത്. സോ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു, എന്ത് ചെയ്താലാണ്, എങ്ങനെ ചെയ്താലാണ് ഈ വോയിസ് തെറാപ്പിയിലും നമുക്കൊരു ചേഞ്ച് വരുത്താൻ സാധിക്കുക എന്നുള്ളത്. സോ ഇവിടെ വന്നപ്പോഴാണ് ചില രീതിയിൽ നമ്മുടെ ഒരു ബ്രെത്ത് കൺട്രോൾ ചെയ്തും നമ്മൾ ടോക്ക് ചെയ്യുന്നതൊക്കെ കൺട്രോൾ ചെയ്തും ഉള്ള ഒരു രീതിയാണെന്നുള്ളത് മനസ്സിലായത്. ഞാൻ ഓൾറെഡി എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു ആളാണ്. ചിലപ്പോൾ പറയുവാണെങ്കിൽ കോട്ടയം സ്ലാങ്ങിൽ ഒരു സ്പീഡ് കൂടുതലാണ്. അതും പ്ലസ് എൻ്റെ ഒരു സ്പീഡോട് ആയപ്പം കുറേ അങ്ങ് സംസാരിച്ച് പോകുന്ന ഒരാളാണ്. ബ്രെത്ത് ഒത്തിരി വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ ബ്രീത്ത് ചെയ്യുന്നത് തന്നെ. സോ ആ ഒരു ഇഷ്യൂ എൻ്റെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്കും ആയിരുന്നു. സോ ഇവിടെ വോയിസ് തെറാപ്പിക്ക് വന്നിട്ടാണ് എനിക്കത് ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗ്യാരണ്ടി കിട്ടിയത്. അപ്പോൾ അതിൽ ഞാൻ ബ്രീത്ത് കൺട്രോൾ ചെയ്ത് എങ്ങനെ വോയിസ് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ എത്ര വേർഡ്സ് ഒരു ബ്രെത്തിൽ പറയാം എന്നുള്ള ഒരു എക്സസൈസ് എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ ചെന്നിട്ട് അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ബൈബിൾ വായിക്കുമ്പോൾ ഒക്കെ ഞാൻ വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ ഫസ്റ്റ് ടൈം ഞാൻ ഇത് ട്രൈ ചെയ്തപ്പം എൻ്റെ വീട്ടുകാർക്ക് തന്നെ വളരെ ഷോക്ക്ഡ് ആയിട്ട് തോന്നി, എന്താണ് ഞാൻ ഇത്രയും പതുക്കെ അത് വായിക്കുന്നത്. ഞാനപ്പോൾ അവരോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഞാൻ വോയിസ് തെറാപ്പിക്ക് പോയപ്പോൾ 2 or 3 വേർഡ്സ് ഒരു ബ്രെത്തിൽ പറയാൻ പാടുള്ളൂ ശരിക്കും, അല്ലെങ്കിൽ അതൊരു വോയിസ് അബ്യൂസായി മാറും എൻ്റെ ഈ കണ്ടീഷനിൽ എന്ന് എനിക്ക് അത് മനസ്സിലായി. സോ എനിക്ക് ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ളത് ആ ഒരു കാര്യത്തിലാണ്. വോയിസ് തെറാപ്പിയിൽ എനിക്ക് പിന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സ് കിട്ടി. സോ അതെൻ്റെ ഭാവിയിലുള്ള ടീച്ചിങ്ങിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ 5th മുതൽ 10th വരെ. വളരെ സ്ട്രീംലെസ് ആയിട്ട് വോയിസ് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സസ് ആണ്. കണ്ടിന്യൂസ് ക്ലാസ്സസ് ഉണ്ട്. ബിക്കോസ് ഞാൻ 2 സബ്ജക്ട്സ് പഠിപ്പിക്കുന്നുണ്ട്, മാത്സ് ആൻഡ് സയൻസ്. സോ ഒന്ന് കഴിഞ്ഞൊരു ബ്രേക്ക് ഇല്ലാതാണ് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുന്നത്. സോ സയൻസ് ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പിള്ളേരെ കൊണ്ടെങ്കിലും വായിപ്പിക്കാൻ പറ്റും ടെക്സ്റ്റ്. ബട്ട് മാത്സ് കംപ്ലീറ്റ്ലി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സോ രണ്ടിനും 2 രീതിയിലുള്ള സ്ട്രെയിൻസ് ഉണ്ട്. സോ അതിനെ ഒന്ന് മയപ്പെടുത്താൻ എനിക്ക് എന്തായാലും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയില് അല്ല, ഞാൻ പുറത്താണ്, മസ്കറ്റിലാണ്. സോ ദാറ്റ്സ് ഗുഡ്. ആൻഡ്
സോ ശ്രാവണിയിലത്തെ പ്രൊഫഷണൽസിനെ കുറിച്ചിട്ട് മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് ഫസ്റ്റ് ടൈം ക്ലാസ് എടുത്തതും ലാസ്റ്റ്, അതായത് ഞാൻ ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്തത് ആ ഒരു ആളാണ് എനിക്ക് അറ്റൻഡ് ചെയ്തത് എടുത്തത്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ആ ചെയ്യുന്നതിന് കണ്ടിന്യൂസ് എങ്ങനെ ചെയ്യണം, പിന്നെ ഭാവിയിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം, നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് വളരെ നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. That's good and ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും വളരെ ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. സോ ഈ വീഡിയോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ടീച്ചേഴ്സിന്റെ പ്രൊഫഷൻ ഈസ് വെരി ഇറ്റ്സ് എ വെരി വോയിസ് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. സോ ടീച്ചേഴ്സിനോട് മാം എന്താണ് പറയാനുള്ളത് വിത്ത് റെസ്പെക്ട് ടു വോയിസ്? നമ്മൾ വോയിസ് യൂസ് ചെയ്യുന്നത് ശരിക്കും വോയിസ് യൂസ് ചെയ്യേണ്ടാത്തടത്ത് കൂടെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയാണ്. നമ്മൾ ചില സമയത്ത് സ്റ്റുഡൻസിന് വിട്ടുകൊടുക്കേണ്ട കുറച്ച് സംഭവങ്ങളും കൂടെ നമ്മൾ സ്ട്രെയിൻ എടുത്ത് നമ്മൾ തന്നെ അത് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് അവർ പഠിക്കേണ്ട സമയത്തും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. പല ടീച്ചേഴ്സും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യാതെ നമുക്ക് ആ ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള ഒരു രീതിയും കൂടെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോയിസിന്റെ സ്ട്രെയിൻ അത്രയും കുറയ്ക്കാം. ഒരു ബ്രേക്ക് എടുത്ത് നമ്മൾ പഠിപ്പിച്ച് പോവുക, അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് എക്സസൈസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്താൽ ബെറ്റർ ആയിട്ട് നമുക്ക് മുമ്പോട്ട് വോയിസിനെ ഒന്ന് അബ്യൂസ് ചെയ്യാതെ പോകാൻ പറ്റും. യെസ്. സോ ആ ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡീപ് ബ്രീത്ത് ഇൻ അല്ലെങ്കിൽ ഒരു ഹൈഡ്രേഷൻ. യെസ്, ഹൈഡ്രേഷൻ ആൻഡ് ഡീപ് ബ്രീത്തിങ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നിയത്. യെസ്, യാ. സോ ദാറ്റ് അത് ഇസ് ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, ആൻഡ് ഐ എം ഷുവർ ഇനി മാമിന്റെ ഫ്യൂച്ചർ പ്രൊഫഷനിലും ഐ എം ഷുവർ ഈ ഒരു ഫ്യൂ എക്സസൈസസ് വിച്ച് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിയത് പോലും ഐ എം ഷുവർ ഇറ്റ്സ് ഗോണ ഹെൽപ്പ് യു. സോ ലാസ്റ്റ്ലി ശ്രാവണിയോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വലിയൊരു താങ്ക്സ് ആണ്. കാരണം ഫസ്റ്റ് ടൈം ഞാനൊരു വോയിസ് വോക്കൽ കോഡിലെ നോഡ്യൂൾ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതും ഇപ്പൊ സെക്കൻഡ് 1 month കഴിഞ്ഞ് ഞാനത് റീടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടും വളരെ കുറഞ്ഞിട്ടുണ്ടെന്നുള്ള റിസൾട്ടും എനിക്കത് ശ്രവണിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയത്. സോ ബിഗ് താങ്ക്സ് ആൻഡ് ഹെൽപ്പ് മോർ പീപ്പിൾ ലൈക്ക് മീ. അത്ര എനിക്ക് പറയാം. താങ്ക് യു സോ മച്ച്. ഐ എം ഷുവർ ഈ ഒരു വീഡിയോ അഞ്ജു മാമിനെ പോലെയുള്ള പല ടീച്ചേഴ്സിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് വോയിസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഫോർ എ പ്രൊഫഷണൽ, വോയിസ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിന് വോയിസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ വോയിസ് നമ്മളൊരു പ്രൊഫഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നൗ ആ സെയിം വോയിസിന് പ്രോബ്ലമാറ്റിക് ആയിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ജോയ് I think മാമിന്റെ ഓരോ വാക്കിൽ it's very evident. Thanks to you. Thank you so much.